സംഭവം നടക്കുന്നത് ബനു ഇസ്രായേൽപ്പെട്ട ഒരാൾക്ക് 1000 ദിനാറിന്റെ അത്യാവശ്യം വന്നു. അയാൾ സുഹൃത്തിനോട് കടം ചോദിച്ചു. സുഹൃത്ത് കടം കൊടുക്കാൻ തയ്യാർ. പക്ഷേ 2 നിബന്ധനകൾ: ജാമ്യക്കാരനും സാക്ഷികളും വേണം. കടം ചോദിക്കാൻ ചെന്നയാൾ പറഞ്ഞു, അല്ലാഹു സാക്ഷി, അവൻ തന്നെ ജാമ്യക്കാരനും. സുഹൃത്തിന് സമ്മതമായി. അള്ളാഹുവിന്റെ പേരിൽ സാക്ഷിയിട്ടതിനാൽ അയാൾക്ക് വിശ്വാസവുമായി. കടം കിട്ടി. കടം ലഭിച്ചയാൾ കാശുമായി ദൂരെ എവിടെയോ പോയി. ദിവസങ്ങളേറെ കഴിഞ്ഞു. കടം തിരിച്ചു കൊടുക്കേണ്ട അവധിയായി. എന്നാൽ അയാൾക്ക് നാട്ടിലെത്താൻ കഴിഞ്ഞില്ല. തോണിയോ വഞ്ചിയോ ഒന്നും അയാൾക്ക് കിട്ടിയില്ല. ഏറെ അന്വേഷിച്ചു. നടന്നിട്ട് നിരാശ മാത്രമായിരുന്നു ഫലം. അള്ളാഹുവിനെ സാക്ഷിയാക്കി വാങ്ങിയിട്ടുള്ള പണം കൃത്യസമയത്ത് എത്തിച്ചില്ലെങ്കിൽ അത് കടുത്ത അനീതിയാവും. അയാൾക്ക് ആദിയായി. ഒടുവിൽ അള്ളാഹുവിൽ വരമേൽപ്പിച്ച് ഒരു പരീക്ഷണത്തിന് അയാൾ തയ്യാറായി. അയാൾ ഒരു മരക്കഷ്ണമെടുത്ത് അതിൽ ദ്വാരമുണ്ടാക്കി. 1000 ദിനാറും സുഹൃത്തിനൊരു കുറിപ്പും വെച്ച് മരക്കഷ്ണത്തിന്റെ ദ്വാരമടിച്ച് കടലിലിട്ടു. കാശ് കിട്ടേണ്ട ആൾ അപ്പോൾ നാട്ടിൽ കടപ്പുറത്തെത്തി. തന്റെ ചങ്ങാതി വരുന്നുണ്ടോ എന്ന് നോക്കുകയായിരുന്നു. ചങ്ങാതിയെ കാണാതെ പോകാനൊരുങ്ങുമ്പോഴാണ് കടലിൽ ഒരു മരക്കഷ്ണം ഒഴുകി വരുന്നത് കണ്ടത്. വിറകിന്റെ ആവശ്യം നടക്കുമല്ലോ എന്ന് കരുതി അയാൾ അത് കയ്യിലെടുത്തു. അത്ഭുതം! വിറകാക്കുന്നതിനായി ആ മരക്കഷ്ണം കീറവേ സുഹൃത്തിന്റെ പണവും കുറിപ്പും കണ്ട് അയാൾ അമ്പരന്നു. അള്ളാഹുവിനെ സ്തുതിച്ചു. പ്രവാചകൻ സ്വഹാബാക്കളോട് പറഞ്ഞ ഈ കഥയിൽ അള്ളാഹു വിശ്വസിക്കുന്നവരെ അവൻ കൈവിടിയില്ല എന്ന ഒരു പാഠമുണ്ട്.